Dears, once again welcome back to Lovely Shouts. Lovely Shoutsന്റെ LP, UP, LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. +2 ലെവൽ മെയിൻ എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്. നീതി ആയോഗ് നിലവിൽ വന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 ജനുവരി 2015. 1 ജനുവരി 2015 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഡോക്ടർ എം.എസ്. സ്വാമിനാഥനാണ്. എം.എസ്. സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതിയാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതിയെ പറയുന്ന പേര്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൽഗോ ട്രേഡിംഗ്. ആൽഗോ ട്രേഡിംഗ് ആണ് മുൻകൂട്ടി തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും അനുസരിച്ച് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ ഓട്ടോമാറ്റിക്കായി ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് രീതിയെ പറയുന്ന പേരാണ് ആൽഗോ ട്രേഡിംഗ്. ആൽഗോ ട്രേഡിംഗ്. ഓപ്ഷൻ ഡി ആണ് ആൽഗോ ട്രേഡിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയത്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി അബവ്. 1, 2, 3 മൂന്നും ശരിയാണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിലെ ഭാഗം 4A ആർട്ടിക്കിൾ 51A പ്രതിപാദിക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. 86 ഭേദഗതി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. 86 ഭേദഗതി കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. മൂന്നും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി അബവ്. 1, 2 ആൻഡ് 3 എല്ലാം ശരിയായ പ്രസ്താവനയാണ്. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ മൂന്നും ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അതായത് 1 ആൻഡ് 3. 1 നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. മൂന്നാമത്തേത് നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. അപ്പോൾ 1, 3 ശരിയായത്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. അതായത് ഓപ്ഷൻ സി ഓൺലി 1 ആൻഡ് 3 ആണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഭരണഘടനയിലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. എ ആണ് ശരിയായ ആൻസർ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. 1 ന്യൂനപക്ഷങ്ങൾക്ക് ഭാഷയും സംസ്കാരവും സംരക്ഷിക്കാം. 2 ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. 3 തെറ്റാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപഠനാവകാശമുണ്ട്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1, 2ഉമാണ് ശരിയായ പ്രസ്താവന. അതായത് ഓപ്ഷൻ എ ഓൺലി 1 ആൻഡ് 2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 1 ആൻഡ് 3.
1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മുൻ സുപ്രീം കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. മൂന്നാമത്തേത് മനുഷ്യാവകാശങ്ങളിൽ പ്രഗത്ഭരായ 2 പേർ ഇതിലെ അംഗങ്ങളാണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനയാണ്. 1ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മുൻ ഹൈക്കോടതി ജഡ്ജിയും അംഗങ്ങളാണ്. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് രണ്ടാമത്തേത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ പ്രസ്താവന. അപ്പോൾ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനയായിരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. ഒന്ന് നോക്കാം. ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. തെറ്റായ പ്രസ്താവനയാണ്. 3, മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ. ഇതും തെറ്റായ പ്രസ്താവനയാണ്. ഇനി ഇതിലെ ശരിയായ പ്രസ്താവനയാണ് കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷനുള്ളൂ. ഇത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി അബവ്. 1, 2, 3 മൂന്നും ശരിയായ പ്രസ്താവനയാണ്. നോക്കാം. ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള അനുച്ഛേദങ്ങളാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. ശരിയാണ്. ഭരണഘടനയിലെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പറയുന്നത്. ശരിയാണ്. അനുച്ഛേദം 300A പ്രകാരം സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3ഉം ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓൾ ഓഫ് ദി അബവ് 1, 2 and 3 ഒക്കെ ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2 കാര്യനിർവഹണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. അതായത് പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ. പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രധാനമന്ത്രിയാണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ. പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻ്റാണ് ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റിൻ്റെയും തലവൻ. അപ്പോൾ 1ഉം 2ഉമാണ് കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. സെമി പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിൽ പ്രസിഡൻ്റാണ് ഗവൺമെൻറ്റിൻ്റെ തലവൻ. മൂന്നാമത്തേത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൾ ഓഫ് ദി അബവ് 1, 2, 3 എല്ലാം ശരിയാണ്. അതായത് ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. ശരിയാണ്. ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതും ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3ഉം ശരിയായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ആൻസർ ഓൾ ഓഫ് ദി അബവ് ഓപ്ഷൻ ഡി 1, 2, 3 എല്ലാം ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി അബവ് എല്ലാം ശരിയാണ്. അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ കിലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. ശരിയായ പ്രസ്താവനയാണ്. കിലയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. കില ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ്. ശരിയാണ്. കില ഒരു സ്വയംഭരണാധികാര സ്ഥാപനമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് കിലയുടെ ഭരണസമിതിയുടെ ചെയർപേഴ്സൺ. ഇതും ശരിയായ പ്രസ്താവനയാണ്.
അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബവ്. 1, 2, 3. 27ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. താഴെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് 2 and 3. ഓൺലി 2 and 3. 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. നോക്കാം. 2 കിർത്താഡ്സ് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. തെറ്റായ പ്രസ്താവനയാണ്. ഒരു സർക്കാർ സ്ഥാപനമാണ്. അർദ്ധ സർക്കാർ സ്ഥാപനമാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. മൂന്നാമത്തേത് കിർത്താഡ്സ് മറ്റു പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. അതും തെറ്റായ പ്രസ്താവനയാണ്. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് കിർത്താഡ്സ്. അപ്പോൾ കിർത്താഡ്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ്. കിർത്താഡ്സ് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമാണ് എന്നത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. 2ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. കിർത്താഡ്സ് ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. മുകളിൽ പറഞ്ഞു ഒരു സർക്കാർ സ്ഥാപനമാണ് എന്ന് ഓൾറെഡി പറഞ്ഞു. ഒന്നാമത്തെ ഓപ്ഷൻ. കിർത്താഡ്സ് മറ്റു പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. അതും തെറ്റായ പ്രസ്താവനയാണ്. SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കിർത്താഡ്സ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത കിർത്താഡ്സുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്ത പ്രസ്താവന 2ഉം 3ഉമാണ്. ശരിയായ പ്രസ്താവന 1ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ശരിയല്ലാത്ത പ്രസ്താവന ഓൺലി 2 and 3. അതായത് ഓപ്ഷൻ എ ആണ് ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ബി ആണ് ശരിയായ ആൻസർ. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഓൺലി 1 and 2. 1. ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ഒന്നാം കേരള വനിതാ കമ്മീഷൻ രൂപം കൊള്ളുന്നത് ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. 1996 ശരിയായ പ്രസ്താവനയാണ്. 2. സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ശ്രീമതി സുഗതകുമാരിയാണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തേത് തെറ്റായ പ്രസ്താവനയാണ്. അതായത് വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ ആണ്. തെറ്റായ പ്രസ്താവനയാണ്. അഡ്വക്കേറ്റ് സതീദേവിയാണ് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ. അപ്പോൾ ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സതീദേവിയാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 1, 2ഉമാണ് ശരിയായ പ്രസ്താവന. ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് രൂപം കൊണ്ടത്. ആദ്യ അധ്യക്ഷ ശ്രീമതി സുഗതകുമാരിയായിരുന്നു. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ബി ആണ്. ഓൺലി 1 and 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബവ്. എല്ലാം ശരിയാണ്. 1, 2, 3ഉം ശരിയാണ്. നോക്കാം എന്തൊക്കെയാണ് സ്റ്റേറ്റ്മെൻ്റ് എന്ന്. പ്ലാനിംഗ് ബോർഡ് ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർപേഴ്സൺ മുഖ്യമന്ത്രിയാണ്. ശരിയായ പ്രസ്താവനയാണ്. പ്ലാനിംഗ് ബോർഡിലെ എക്സ്പേർട്ട് പാർട്ട് ടൈം മെമ്പറാണ് സന്തോഷ് ജോർജ് കുളങ്ങര. പ്ലാനിംഗ് ബോർഡിലെ എക്സ്പേർട്ട് പാർട്ട് ടൈം മെമ്പറാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ശരിയാണ്. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ബോർഡിൻ്റെ പ്രധാന ചുമതല. പഞ്ചവത്സര വാർഷിക പദ്ധതികൾ തയ്യാറാക്കുക എന്നതാണ് ബോർഡിൻ്റെ പ്രധാന ചുമതല. അപ്പോൾ 3ഉം ശരിയായ പ്രസ്താവനയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബവ്. 1, 2, 3 എല്ലാം ശരിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ 15 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ ബാക്കി ക്വസ്റ്റ്യൻസാണ് നമ്മൾ കണ്ടു. മിക്കവാറും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മിക്ക ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് തന്നെയാണ്. ചില ക്വസ്റ്റ്യൻസ് മാത്രമേ പുതുതായി കടന്നു വരുന്നുള്ളൂ, അല്ലെങ്കിൽ ടോപ്പിക്കും റിപ്പീറ്റഡ് ആണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ക്വസ്റ്റ്യൻസൊക്കെ പഠിക്കുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.